നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് രമേഷ് പിഷാരടിയാണ്. പ്രത്യേകിച്ച് മുഖവരിയൊന്നും ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രമേഷ് പിഷാരടി. സ്വാഗതം. നമസ്കാരം. നമ്മുടെ ആദ്യത്തെ നേരെ ചോദ്യത്തിലേക്ക് ഇറങ്ങാം. അതെ, നമുക്ക് സംവാദം എന്നതിനേക്കാൾ സംസാരം എന്ന വാക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. സംസാരിക്കുക. ആദ്യത്തെ ചോദ്യം, എസ് ഗ്ലോബലിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് പല ആൾക്കാരെ വിളിച്ചാൽ വരാൻ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് സിനിമ, രാഷ്ട്രീയം. കാരണം നിങ്ങൾക്ക് ഒരു പബ്ലിക് സപ്പോർട്ട് ഭയങ്കര ആവശ്യമുള്ള ആളുകളാണ്. അതിൻ്റെ ബലത്തിലാണ് നിങ്ങളുടെ സിനിമയും അതുപോലെ രാഷ്ട്രീയമൊക്കെ നിൽക്കുന്നത്. പച്ചയ്ക്ക് നിരീശ്വരവാദം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പ്രോഗ്രാമിന് വിളിക്കും, പല ആൾക്കാർ അതുകൊണ്ട് തന്നെ മടി പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹസത്തിന് പിഷാരടി തയ്യാറായ പിന്നീട് എന്താണ്? പല സിനിമയിലോ പൊതുമേഖലയിലോ പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ പബ്ലിക് സപ്പോർട്ട് ആവശ്യമായ മേഖലകളിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എന്താണ് രാഷ്ട്രീയം പറയും, നമുക്കെല്ലാവരും വേണം, നമുക്കെല്ലാവരും വേണം എന്നിങ്ങനെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരോടും ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന വളരെ കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരാളാകാനാണ് ഇഷ്ടം. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തേണ്ടതായ ഒന്നും ഇതിനകത്തില്ല. വിശ്വസിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് നാട്ടിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ടില്ല എന്ന് തോന്നി. പിന്നെ ഞാനെൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ഒരാളാണ്. അത് കേന്ദ്രത്തിലും കേരളത്തിലും ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാത്ത സമയത്ത് അതിനു വേണ്ടി പ്രചരിപ്പിക്കാൻ ഇറങ്ങിപ്പോയി മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പൂ പറിക്കുന്നത് പോലെ പിന്നെ ഒരു ചോദ്യം പ്രധാനമായിട്ടുള്ളത്, സിനിമയും രാഷ്ട്രീയവും അതേപോലെ മതവും തമ്മിലുള്ളൊരു ബന്ധം ഒരു സാധ്യത തോന്നുന്നുണ്ട്. സിനിമയും മതവും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്ന സാധനങ്ങളാണ്. ഇതിലെല്ലാം പണം ഒരുപാട് ഇറങ്ങുന്ന, പണം ഇറങ്ങേണ്ട ആവശ്യമായിട്ടുള്ള അധികാരം വരുന്ന, പണവും അധികാരവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളും പരസ്പരം പല സന്ദർഭങ്ങളിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും തന്നെ നിൽക്കുന്നത് അതൊരു ബന്ധമാണ്. രണ്ട്, ഈ സിനിമയ്ക്ക് ഈ മതത്തിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ സിനിമയ്ക്കുണ്ട്. ഒന്ന്, സിനിമയ്ക്ക് ആരാധകരെ ആവശ്യമുണ്ട്. സിനിമയ്ക്ക് നിങ്ങൾ നോക്കിയാൽ ഫാൻസ് അസോസിയേഷൻ സിനിമയ്ക്ക് വലിയ ആരാധകർ അതിനകത്ത് കാര്യമായിട്ട് ഒരുപാട് ഉണ്ട്. പിന്നെ സിനിമയിൽ ഇതൊന്നും നടന്നതല്ലെന്നും ഉള്ളതല്ലെന്നും എല്ലാമുള്ള ബോധ്യത്തോടെ വിശ്വസിക്കാൻ തയ്യാറായിട്ട് ആളുകൾ വന്നാൽ മാത്രം നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ കാണുന്ന സിനിമയിലെ ഇത് മമ്മൂട്ടിയാണെന്നും മോഹൻലാലാണെന്നും ഇപ്പം മരിച്ചിട്ടില്ല, അത് അഭിനയിച്ചതാണെന്നും ഈ രണ്ട് കെട്ടിലേക്ക് കിടക്കുന്നവർ നമുക്ക് പ്രണയമല്ലെന്നും ഒക്കെ നമുക്കറിയാമെങ്കിലും നമ്മളിത് വിശ്വസിക്കാൻ തയ്യാറായി പോയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷവും രസവും ഒക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ വിശ്വാസം സിനിമയ്ക്ക് ഒരുപക്ഷെ മതത്തിനേക്കാൾ കൂടുതൽ ആവശ്യമാണ്. പച്ചക്കില്ല എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം സിനിമയ്ക്കുണ്ട്. അത് പണ്ടേ ഉള്ളതുകൊണ്ട് അതിന് വേറെ തെളിവുകളുടെ ആവശ്യമില്ല. സിനിമയ്ക്ക് നമ്മുടെ സിനിമയിൽ വലിയ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരാൾ രാവിലെ ഇറങ്ങിയിട്ട് 4 പേരെന്നെ കൊന്നുകളഞ്ഞു ഒരു 5-6 മാസത്തിനകം. ഇന്നും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, അവൻ കൊന്നു. സിനിമ അങ്ങനെ സീൻ ചെയ്യാൻ പറ്റില്ല. സിനിമയ്ക്ക് അവനൊരു കാരണം വേണം, അത് നമ്മൾ ഉണ്ടാക്കി നിങ്ങളെ വിശ്വസിപ്പിക്കണം. അങ്ങനെ ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വ്യത്യാസം, സിനിമ ഡോഗ്മാറ്റിക് അല്ല എന്നുള്ളതാണ്. എനിക്ക് ശബ്ദം രീതിയിൽ കഴിവ് കുറഞ്ഞു. മോണിറ്റിൽ ഇത്രയും എൻ്റെ ശബ്ദം തന്നെ. സിനിമയും മതമുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് സിനിമ ഡോഗ്മാറ്റിക് അല്ല എന്നുള്ളതാണ്. സിനിമ ഡോഗ്മാറ്റിക് അല്ല. സിനിമ ഡോഗ്മാറ്റിക് അല്ല. ഇപ്പൊ മതം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഒക്കെ വിശ്വസിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു നിർബന്ധ ബുദ്ധി പിടിക്കുന്നതാണ്. സിനിമയിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയില്ല. കാരണം സിനിമയിൽ ഇപ്പം സിനിമയ്ക്കും ആരാധകരുണ്ടല്ലോ. സിനിമയെ സംബന്ധിച്ചൊരു നടന്റെ ആരാധകർക്ക് ഈ നടനെ ആദ്യം തിരുത്തുന്നത് ഈ ആരാധകരായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ശേഷം പടമൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കാരണം നടനെ ഇവരെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ട്. ഇതിലങ്ങനെയല്ല, നമുക്ക് ഉപദ്രവം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് തിരുത്താൻ പൊതുവെ തയ്യാറാകാത്തതും പോകാത്തതും തോന്നിയിട്ടുണ്ട്. പിന്നെ യുക്തിവാദികളെ അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ കളിയാക്കുന്ന ഒരുപാട് സിനിമകൾ അല്ല, ഒരു സിനിമ തുടക്കത്തിൽ വലിയ കാര്യമായിട്ടൊക്കെ കാണിക്കുന്ന അവസാനം ഒരു പരിഹാസത്തിലാണ് അവസാനിപ്പിക്കുന്നത്. പൈതൃകം പോലെയുള്ള സിനിമ നമുക്ക് അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന സിനിമക്കാരെ മനഃപൂർവ്വം
അങ്ങനെ ചെയ്യുന്നതാണോ? ഇല്ല, അത് നിങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. നിങ്ങൾ മതത്തെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെയും പരിഹസിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് ചെയ്തു പോകട്ടെ, അതൊരു പ്രശ്നമൊന്നും. അതൊരു ഞങ്ങളെ പരിഹസിക്കാൻ പാടില്ല, ഞങ്ങളെ പരിഹസിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാല് വിട്ട രണ്ട് സൈഡിട്ടും ആൾക്കാരാണ്. സ്ഥിരമായി ഒരു കൂട്ടരെ പരിഹസിച്ച് ഒരു പാറ്റേൺ അത് ന്യൂനപക്ഷമായത് സിനിമയ്ക്ക് പാറ്റേൺ ഉണ്ടാക്കുന്നതിന് സിനിമ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കൂ, പണക്കാരൻ വില്ലനും പാവപ്പെട്ടവൻ എപ്പോഴും നല്ലവനാണ് എന്ന് പറയുന്ന ഒരു സൃഷ്ടി സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാരസൈറ്റ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോൾ ആളുകൾ ആദ്യമായിട്ടാണ് ലോകത്ത് റിവേഴ്സ് ആയിട്ട് സിനിമ കണ്ടു എന്നാണ് യൂറി പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ പണ്ടത്തെ പടം നോക്കിയോ, വില്ലന്മാരൊക്കെ രണ്ട് നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന വലിയ വീടും പെൻസിൽ സ്യൂട്ടും ഒക്കെ ഇട്ടിരിക്കുകയും അത് നായകൻ പതുക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനകത്ത് സിനിമയ്ക്ക് വലിയ പങ്കുണ്ടെങ്കിലും സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള സൃഷ്ടി എന്നുള്ള നിലയിൽ സിനിമ ഉണ്ടാക്കുന്നവരെ ഈശ്വരവാദികളെയൊക്കെ ഉപദ്രവിക്കാനുള്ള അല്ലെങ്കിൽ അവരെയൊക്കെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ മതത്തിൻ്റെ അത്ര സംഘടിതരല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പ്രതികരിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് മറ്റതിൻ്റെ പ്രതികരണം ഭയങ്കര ഭീകരമായിരിക്കും. അപ്പോൾ ഈ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഓട്ടത്തിനിടയിൽ പ്രവീണിനോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഞാൻ വിശ്വാസിയാണോ അല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്നെപ്പോലെ അല്ലെ എൻ്റെ മേഖലയിലൊക്കെ ഉള്ള പല ആളുകളും ഒരു വലിയ ഖണ്ഡിത ഉത്തരമായി പറയുക, അല്ലെങ്കിൽ വിശദീകരണം തരിക, എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞ് പലതരത്തിൽപ്പെട്ട ഉത്തരങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് ഒറ്റ വാക്കിലുള്ള ഉത്തരം പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഈ തെളിവുകൾ നയിക്കട്ടെ, ഇവർക്ക് പ്രശ്നമുണ്ടല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ഒരാളുടെ ഇത്തരത്തിലുള്ള മൊഴി നിങ്ങൾ തെളിവായിട്ട് സ്വീകരിക്കും. ഞാൻ കോടതിയിൽ പോയിട്ട് ഒരു പ്രതി നിരപരാധിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പെൻഡകം തകർത്തത് ഞാനാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഞാനാകുന്നില്ല അത് ചെയ്തതെന്നുള്ളതുപോലെ നിങ്ങൾ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ സംസാരം അല്ലെങ്കിൽ എൻ്റെ പൊതുജീവിതം, എൻ്റെ പ്രവൃത്തികൾ നോക്കി നിങ്ങൾ അതിനൊരു കൺക്ലൂഷനിൽ എത്തുക എന്നതിനപ്പുറം ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, നമ്മൾ പലരും പറയാറുണ്ട് ഇപ്പം വിശ്വാസിയല്ല അല്ല വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കുന്ന ആൾക്കാർ അയാൾ ശരിക്കും വിശ്വാസിയാണോ എന്ന കാര്യം അയാൾ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആവശ്യമായി ചെയ്തു പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് ഈ സിനിമ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തന മേഖല യുക്തിഭദ്രമല്ലാത്ത യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുകയും സൃഷ്ടിക്കുകയും എഴുതുകയും ഷൂട്ട് ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്ത് വ്യവസായം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ആദ്യത്തെ 1000 കോടി കിട്ടിയ സിനിമ ബാഹുബലിയാണ്. മലയാളത്തിൽ 300 കോടി ഇപ്പോൾ കഴിഞ്ഞ സിനിമ ലോക എന്ന് പറയുന്ന ചിത്രമാണ്. ഈ രണ്ട് സിനിമകൾക്കും യുക്തിയുടെ ഒരു ചെറിയ സ്വിച്ചെങ്കിലും എവിടെയെങ്കിലും ഓണായി കിടന്നാൽ ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല, ആസ്വദിക്കാനും പറ്റില്ല. ഈ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കലയിൽ കാൽപ്പനികതയ്ക്ക് വലിയ പങ്കുണ്ട്, ഭാവനയ്ക്ക് വലിയ പങ്കുണ്ട്. ഭാവനയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു യുക്തിരാഗത്തുണ്ട്. നിങ്ങൾ പഴയ പാട്ടുകൾ, നിങ്ങൾ നല്ല പാട്ടുകൾ, വയാതി പാട്ടുകൾ എടുത്താലും ആ പാട്ടിലൊക്കെ ചന്ദ്രികയിൽ അരിയുന്നു, ചന്ദ്രകാന്തം നെങ്കിഴിയിലിരിയുന്നു, നീലവാനം എന്നൊക്കെ എഴുതി വെക്കണമെങ്കിലൊന്നും യുക്തിയൊക്കെ ഏതോ പഞ്ചായത്തിലെത്തിയെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുക്തിയുള്ള ആളാണ്. എല്ലായ്പ്പോഴും യുക്തിക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ല. എനിക്ക് യുക്തിയില്ല. ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് വരും. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ആശുപത്രി കിടക്കുന്നത്, ഞാൻ അവിടെ ആശുപത്രി ചെന്ന് നിൽക്കുകയാണ്. ഇവനെ കണ്ട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുഹൃത്തും ഇവൻ്റെ അമ്മ ഇത്ര ഉദാഹരണമാണ്, അത്യാവശ്യം എന്ന നിലയിൽ കിടക്കും. ഈ സുഹൃത്തും ഇവൻ്റെ അമ്മയും കൂടെ എന്നോട് പറയുകയാണ്, അവനെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഇതിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പോരുന്നത്. ഇതിന് ശേഷം ഈ കൂട്ടുകാരൻ തന്നെ പറയുകയാണ്, മറ്റവൻ നമ്മുടെ മതത്തിനെ വല്ലാതെ കളിയാക്കി നാളെ രാത്രി ഞാൻ മറ്റവനെ വെട്ടാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ പിടിച്ചു നിർത്തിയിട്ട് ഇതൊന്നുമില്ല, ഇതൊക്കെ വെറും ആശയമാണ്, നീ ഇത് ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നിടത്ത് ഞാൻ മാറും. അപ്പം നിങ്ങളുടെ പോലെ അൺഅപ്പോളജിക്കലുവാ അത്രയും ശക്തമായി എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടും. ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, സന്തോഷം ഇന്നലെ രവീന്ദ്ര സാർ പറയുന്നത് ഒരു സന്തോഷ് കുമാറാണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ സന്തോഷത്തിന്റെ ഭാഗമായി ഞാനിത് ഒഴിവാക്കാറുണ്ട്. എനിക്ക് കരോൾ കുമാർ ഇഷ്ടമാണ്, ക്രിസ്മസ് കരോൾ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ടുണ്ട്. ഇതില്ലാത്തൊരു സമയത്ത് രാത്രി ഏതെങ്കിലും വീട്ടിൽ ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന എനിക്കതിൽ പോലീസ് പിടിക്കും.
വിഷു അല്ലാത്ത സമയത്തിന് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പടക്കം പൊട്ടിച്ചിട്ട് പൂത്തിരി കത്തിച്ചാൽ എൻ്റെ അയൽവക്കക്കാരൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എനിക്ക് നോമ്പ് തുറക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ചടങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഈ സന്തോഷത്തിന്റെ ചില എലമെന്റ്സ് അങ്ങിങ്ങായി കിടക്കുന്ന കരുതുന്നത് ഇത് മറ്റൊരുത്തൻ ഉപദ്രവമാകാതെ, മറ്റൊരുത്തന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു കയറാത്ത, മറ്റൊരുത്തനെ പ്രശ്നമുണ്ടാക്കാത്ത കാര്യങ്ങളിൽ ഇത്തിരി കാൽപ്പനികമായും ഇത്തിരി ഭാവനാ സമ്പുഷ്ടമായും ഒക്കെ ചെറിയ കോൺട്രിബ്യൂഷൻ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ ആ പ്രദേശങ്ങളിൽ പിടിക്കുന്ന ഒരാളാണ്. താങ്ക് യു. അടുത്തൊരു ചോദ്യം. നിങ്ങൾ ഈ നമ്മൾ സാധാരണ പരിപാടിക്കൊക്കെ പോയാൽ കുറച്ചുകൂടെയൊക്കെ കൈയടിയൊക്കെ കിട്ടാം. ഇവർക്ക് വ്യക്തിപരമായിട്ട് കൈയടിക്കണമെന്ന് എനിക്ക് സംഭവിച്ചു. എനിക്ക് കൈയടിക്കുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ അതാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. ഇത് രസമല്ലേ? കൈയടി എല്ലാ ദിവസവും നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. അടിപൊളിയായിട്ട് ഇരിക്കും. അടുത്ത ചോദ്യം നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച്. സിനിമയിൽ ഇപ്പം പിഷാരി ഉൾപ്പെടെ ഉള്ള ആൾക്കാരൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ, കോമഡി ഷോകളൊക്കെ ചെയ്യുമ്പോൾ, കോമഡി ഷോയാണ് കൂടുതൽ വിമർശനത്തിന് വിധേയമായത്. ബോഡി ഷേമിങ്, ഇപ്പം പിഷാരി നർമ്മദിനും കൂടെയുള്ള ഷോകളിൽ പോലും അത് വലിയ രീതിയിൽ ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ആശയാവിഷ്കാരത്തിന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് തടസ്സമാവുന്നുണ്ടോ? ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറെ അധികം നാളുകൾക്ക് മുമ്പ് ബോഡി ഷേമിങ്ങുള്ള തമാശകൾ പറഞ്ഞിട്ടുള്ള എനിക്കറിയാം. ഞാനത് പറയുന്നതിനുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് തിരുത്തുകയും പറയാതിരിക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതൊക്കെ ഒരു കൃത്യമായ പാരാമീറ്റേഴ്സ് ഇല്ലാതെ വരുമ്പോൾ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. 100% പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സിനിമ ലോകത്തോടെ ഇറങ്ങിയത് പറ്റും. ഒരാൾ രാവിലെ എനിക്ക് ചോറ് കിടന്നുറങ്ങുന്ന അല്ലാണ്ട് നിങ്ങൾ ഒന്നും കാണിക്കാൻ പറ്റില്ല ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ ബോഡി ഷേപ്പിങ്ങും ബോഡി റെഫറൻസും പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഇതിലൊരു ആക്രമണം. ഒരു സ്ത്രീ നടന്നു പോകുന്നു, ഒരാൾ മാല പറിച്ചുകൊണ്ട് പോകുന്നു. ഇയാൾക്ക് അറിയില്ല, അഡ്രസ് അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ പോലീസ് ഒന്ന് ചോദിക്കണം ആളെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയാളുടെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അജ്ഞാത ജനം കെട്ടിക്കഴിഞ്ഞാൽ പണ്ട് ദൂരദർശനം വരുമായിരുന്നു. കറുത്ത നിറം, തടിച്ച ശരീരം, മെലിഞ്ഞ നിറം, വെളുത്ത ശരീരം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. ഇന്ന് പലരും ഇത്തരത്തിലുള്ള റെഫറൻസുകളും പറച്ചിലുകളും പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരാളെ ആക്രമിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യത്തിനെ അതിനേക്കാൾ വലിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ രീതിയിൽ തിരുത്താൻ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രവണതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സമീപകാലത്തുണ്ടായ ഒരു വലിയ തർക്കം പറയാം. R.V. രാമകൃഷ്ണനും സത്യഭാമ ടീച്ചറും തമ്മിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് സത്യഭാമ ടീച്ചർ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു തർക്കമുണ്ട്. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയായിരിക്കും, ബോധപൂർവം ചെയ്തതായിരിക്കും. ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. നമ്മളൊരു 50,000 പേര് സാമൂഹ്യ മാധ്യമത്തിൽ ഈ ചെയ്തത് ശരിയല്ലായിരുന്നു ടീച്ചറെ, നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായി സംസാരിക്കാൻ, ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയുന്നതിന് പകരം അവരെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ അശ്ലീലവും പറയുകയും നിങ്ങൾ ആരാണ്, ഇതാണോ ഇതാണോ ചോദിക്കുകയും തെറി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവനൊക്കെ ചേർത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യമാണ്. സ്ത്രീ ബഹുമാനിക്കുന്ന പ്രായത്തിന് മുമ്പ് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറയില്ല. അപ്പോൾ നമ്മളിത് ശരിയാക്കാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരാളോട് നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റായി പെരുമാറാമെന്ന ബോധ്യം സമൂഹത്തിലുണ്ട്. എല്ലാവരും കൂടെ ചീത്ത കളയരുത്. ഇപ്പം 8 മുക്കാൽ അടുക്കി വെച്ചതുപോലെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മുമ്പ് തന്നെ നിങ്ങളാരാണ് അമിതാഭ് ബച്ചനോട് ചോദിച്ചാൽ ഞാനുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യും. എനിക്ക് അന്ന് അവർ കേട്ട ചീത്തവിളിയുടെ ഒരു അളവ് കണ്ടപ്പോൾ ആ ചീത്ത വിളിച്ച മര്യാദയ്ക്കുള്ള ഭാഷയിൽ അത് തിരുത്തി കൊടുക്കാതെ അശ്ലീലവും അസഭ്യവും ചീത്തയും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി വെച്ച എല്ലാവരും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അങ്ങനെ നോക്കിയാൽ അപ്പൊ ഇന്നത്തെ ചോദ്യം വരുന്ന ചിലപ്പം ചോദ്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ അത്തരത്തിലൊരാളുടെ കഥ പറയാനോ അത്തരത്തിലൊരാളെ സിനിമയിൽ അഡ്രസ് ചെയ്യാനോ നോക്കുമ്പോൾ അതിനെ ആക്രമിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നമുക്ക് പറയാൻ പറ്റേണ്ടി വരും. ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് വരേണ്ടത് എന്താണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യം, എങ്ങനെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുവരെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടാലും ചീത്ത കേൾക്കേണ്ടി വരും. ഇപ്പൊ ചില സിനിമകളിൽ ഇപ്പം രാഷ്ട്രീയക്കാരെയൊക്കെ വിമർശിക്കുന്നു. പണ്ടത്തെ സിനിമാല പോലത്തെ പ്രോഗ്രാംസ് ഇപ്പോൾ പണ്ട് നമ്മൾ വളരെ സന്തോഷിച്ച് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാം. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മുടെ മുമ്പിലുണ്ട്. മതമായാലും ജാതിയായാലും രാഷ്ട്രീയമായാലും
എക്സ്പെക്ഷൻ എന്ന് പറയുന്ന ആൾക്കാർ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നു, പിണറായി വിജയനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കളിയാക്കുന്നു, ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നു, ഇതിനൊക്കെ ഒരു തടസ്സം നേരിടുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നം? ഇന്ന് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതിന് പണ്ടത്ര പോലും തടസ്സമില്ല. അവർ അതിനേക്കാൾ കൂടുതൽ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഞങ്ങൾ 8 പേര് ഒരു സിനിമ ചെയ്യുന്നതിന് പകരം ഒരു 8 ലക്ഷം പേര് സോഷ്യൽ മീഡിയയിൽ ഏത് കാര്യത്തിനെയും ചീത്ത വിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം പോയത് നമ്മുടെയാണ്. അയാളോട് ഇങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ടോട്ടൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ ആളാകും തോറും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കത് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ട്. പക്ഷെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ആളുകളെ മറ്റുള്ളവരെയൊക്കെ വളരെ കൂടുതൽ അവർക്ക് വിമർശിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ ഡയറക്റ്റ് പ്രധാനമന്ത്രി തൊട്ടിങ്ങോട്ട് താഴോട്ട് കിട്ടുന്നവരെല്ലാം ഇഷ്ടം പോലെ വിമർശിക്കുന്നു, ചീത്ത വിളിക്കുന്നുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഇപ്പം വ്യക്തികൾ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റുള്ള ചാനലിനോ അല്ലെങ്കിൽ വിഷാനിയുടെ തന്നെ പ്രോഗ്രാംസിലൊക്കെ അത് ചെയ്യുമ്പോൾ അതിനുള്ള കൊമേഴ്സ്യലി അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് കൊമേഴ്സ്യലി അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? അല്ല, ചെയ്യേണ്ട തീരുമാനിക്കപ്പെടുന്നത് കൊമേഴ്സ്യൽ പ്രശ്നങ്ങളുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു വലിയ പ്രസക്തി ഇല്ലാതെ പോകുന്നുണ്ട്. സിനിമയിലുള്ള പരിപാടികൾക്ക് പണ്ട് ആനുകാലികം എന്നൊരു വാക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആനുകാലികമില്ല. നിമിഷം ഒരു കാര്യം നടന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഡയമെൻഷനുമുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇപ്പോൾ വന്നു കഴിഞ്ഞു. പണ്ട് തിങ്കളാഴ്ച നടക്കുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് ഞായറാഴ്ച ഒരു കോമഡി അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇത് ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അതൊരു 5 വിഷയങ്ങൾക്ക് മുമ്പുള്ള വിഷയങ്ങളായി മാറിക്കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ ഭയന്നിട്ട് ചെയ്യാതിരിക്കുന്നതല്ല. അതിനിപ്പം പ്രസക്തി ഇല്ലാതെ പോയത് കൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. ഇനി പിഷാരടിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാം എസൻസ് ഗ്ലോബലിനെ കുറിച്ച്. നിങ്ങൾക്ക് ഇതൊക്കെ സാധാരണ നിങ്ങൾ എന്നോട് ധൈര്യം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടത്തുന്നതിന് വലിയ പൈസ ചെലവില്ല. നിങ്ങൾക്ക് സ്പോൺസർമാരൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനൊക്കെയുള്ള നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നത്? പൈസ പൈസ വേണ്ട. നിങ്ങൾക്കൊരു സ്പോൺസറെ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഏതൊരു കടയിൽ ചെന്നിട്ട് നിരീശ്വരവാദികളുടെ സംഗമമുണ്ട്, നിങ്ങൾ ജ്വല്ലറി സ്പോൺസർ ചെയ്യണം, തുണിക്കടക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയില്ല. ശരിയാണ്, സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യത. ഇപ്പം പിഷാരടിയെ കൊണ്ടുവന്ന് തന്നെ പിഷാരടി 1 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് 10 ലക്ഷം രൂപ മേടിച്ചിട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ടാണ് വന്നത് നമുക്കറിയാം. എനിക്കറിയാം, നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. സന്തോഷമുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുക, അവിടെ ആയിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫണ്ട് വരുന്ന ശരിക്കും വോളണ്ടിയേഴ്സ് തിരിച്ചെടുക്കും. ഇപ്പം ഒരു ഉത്സവം നടത്തുന്നതിന് ചിലവാകുന്ന തുക ഇവിടെ ആവില്ല. ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് എങ്ങനെയാണ് ആൾക്കാർ ഫണ്ട് പിരിച്ചെടുക്കുന്നത്, അത് തന്നെ നമ്മളും ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ജോലി കിട്ടിയപ്പം 75,000 രൂപ അടുത്ത ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. ഞാൻ ഇത്രയും കാലം SLC പ്രവർത്തിച്ചിട്ട് അത്രയും രൂപ ഞാനിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ പൈസ നമ്മളിവിടെ ഇവിടുത്തെ പല പരിപാടികൾ നിങ്ങൾക്ക് അവിശ്വാസികൾക്ക് ഭണ്ഡാരം വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു ഭണ്ഡാരം വെച്ചിട്ട് അതിൽ പൈസ എടുത്തില്ല. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളൊരു ലോകത്ത് 1% ഉണ്ടോയെന്ന് സംശയമുള്ള കാര്യമാണ്. ടോട്ടൽ ജനസംഖ്യയിൽ 1-2% ഉള്ളപ്പോൾ നിങ്ങളൊരു വലിയ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം നമുക്ക് ന്യൂനപക്ഷ പദവികളുണ്ട്. നമ്മുടെ പേരിൽ സ്കൂളുകളും കോളേജുകളും അനുവദിച്ചാൽ ന്യൂനപക്ഷ പദവികളുണ്ട്. ഇപ്പോൾ പിഷാരടി അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ചാൽ മന്ത്രിയായാൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണ്ട. നിങ്ങൾക്ക് ഭരണഘടനയുടെ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊരു അന്ന് ആരോഗ്യ മന്ത്രിയാരൊക്കെ വേറെ കാര്യത്തിൽ അതായിരിക്കും വേറെ. ഇതിന് കംപ്ലീറ്റ് ഇത്ര നേരം പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് അത് വരും. പറഞ്ഞത് നിങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ചെയ്യാൻ പറ്റുന്നതും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ വിചാരിച്ചത്. ഒന്ന് പുള്ളി പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മദ്യം ഉപയോഗിക്കുന്നത് പോലെ നേർപ്പിച്ച് ഉപയോഗിക്കാം. എനിക്ക് രസം തോന്നിയൊരു സ്റ്റേറ്റ് ഞാനൊക്കെ ഇച്ചിരി നേർപ്പിച്ചിട്ട് അത് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അത്ര ഇതിനു വേണ്ടി വാദിക്കുക, നിങ്ങൾ പറഞ്ഞ യുക്തിവാദി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിനു വേണ്ടി
കിട്ടിയാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സമയങ്ങൾ ഞാൻ വാദിക്കുക എന്ന് പറയുന്നതിന് തയ്യാറാണ്. അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള സന്തോഷം മാത്രം കളക്ട് ചെയ്യുക. രണ്ട്, ഞാൻ നിങ്ങളെ കേട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ കൂടിയതിൻ്റെ പേര് സഹിഷ്ണുത. നിങ്ങൾ എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ഈ മതവികാരം വ്രണപ്പെടുത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കറിയാം. ഒന്നിക്ക് ദൈവം സർവശക്തനാണ്, കൊണ്ട് നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വ്രണപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയും അതിൽ നിന്നും എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുകയും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമായ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എറണാകുളം ഇതിന്റെ പടത്തിൽ എൻ്റെ പടമുണ്ട്. ഒരു മാസം മുമ്പ് വിനായക ചതുർത്ഥിയുടെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. ഇനിയും ഞാൻ നേരത്തെ കൂട്ടുകാർക്ക് ഉദാഹരണം പറഞ്ഞതുപോലെ ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ പോകുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോയി എന്നിരിക്കും. ആത്യന്തികമായി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട്, നിങ്ങളാണെങ്കിലും വിശ്വാസികളാണെങ്കിലും, ഈ മറ്റുള്ളവർ ഉപദ്രവം ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് സംഘടന എങ്ങനെ പ്രവർത്തിച്ചാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്ക് വളരെ എൻ്റെ ഒരു പിന്തുണ ഉണ്ടാകും. ഞാൻ അതിനോട് പ്രതീക്ഷിക്കും. പിന്നെ ഒരു ചോദ്യം എന്നോട് പലരും എസൻസിലെ പല ആൾക്കാരും പിഷാരടിയോട് ചോദിക്കണമെന്ന് പറഞ്ഞ ഒരു ചോദ്യം, എസൻസ് പോലത്തെ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറേ കാലമായി നമ്മുടെ വീഡിയോസ് ഇതൊക്കെ സിനിമാ മേഖലയിൽ, നമുക്ക് സിനിമാ മേഖലയിൽ അങ്ങനെ ആൾക്കാരുമായിട്ട് വലിയ കോൺടാക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പിഷാരടിയെ കിട്ടിയോട്ട് ചോദിക്കും, സിനിമാ മേഖലയിൽ എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് ചർച്ച ചെയ്യാറുണ്ടോ നിങ്ങളുടെ സൗഹൃദ സദസ്സുകളിൽ? ഇപ്പോൾ രവീന്ദ്രൻ സിയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരിക്കൽ പിഷാരടി പറഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പിഷാരടിയെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ചർച്ച സിനിമാ മേഖലയിലുണ്ടോ, നടക്കാറുണ്ടോ? അങ്ങനെ ഇല്ലതില്ല. അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ അവിടെ എത്തുമ്പോൾ കാര്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് ആളുകൾ, കാണുന്നില്ല എന്ന് ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും. നമ്മളൊക്കെ ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലല്ലേ ഇതൊക്കെ വരുന്നത്. നിങ്ങളെയൊക്കെ ഒഴിവാക്കി ഇത് തട്ടി പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം തീർച്ചയായും നിങ്ങളെ എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇനി മാറണ്ട എന്ന തീരുമാനമുള്ള ആളുകളുണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞാലും ഇതിലോട്ട് മാറാൻ തയ്യാറാകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ 100% മാറ്റം പാടാണ്. മദ്യപാനിയുടെ കുടിയെന്ന ശീലം കുറയ്ക്കുക എന്നത് നമുക്ക് പറ്റും, അല്ലെങ്കിൽ സഹിഷ്ണുത വർദ്ധിപ്പിക്കുക എന്നത് നമുക്ക് പറ്റും. അങ്ങോട്ടൊക്കെ പോകുന്നതിലായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. സിനിമയിലുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും സന്തോഷമായിട്ട് കൈയടിക്കാം. പിന്നെ ഒരു കാര്യം ഇതില് ഞാൻ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിനകത്ത് നാടകങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കലയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കലയിൽ കാൽപ്പനികത ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിതിൻ്റെ പ്രചരണത്തിന് യുക്തിസഹമല്ലാത്ത രസമുള്ള ചിന്തകളും നർമ്മവും കവിതയും കഥയും പാട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരുന്നു. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഭക്തിഗാനം ഉണ്ടാക്കുന്നവർ എളുപ്പമല്ല യുക്തിവാദിഗാനം ഉണ്ടാക്കാൻ. നമുക്ക് എവിടെ നിന്നും അത് കൃത്യമായി പോകും. അതിനകത്തൊരു പദ്യമില്ലാണ്ട് നമ്മളൊരു മത്സരം വെച്ചിരുന്നു, ക്രിസ്മസിനൊരു കവിത എഴുതുന്നതിനാണ്. അപ്പം അങ്ങനെ കുറേ കവിതകൾ വരും നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ കവിത ഉണ്ടെങ്കിൽ ഈ വിപ്ലവഗാനങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ വരുള്ളൂ. അതിനകത്തൊരു എസ്തെറ്റിക്സിന്റെ പരിപാടികളൊക്കെ ചില ആൾക്കാരൊക്കെ പിന്നെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കാവ്യ പ്രധാനം വരുന്നില്ല. അങ്ങനെ അത് ഞങ്ങൾ ആ പദ്ധതി തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ പിൻവാങ്ങിയിട്ടില്ല. അതിലോട്ടൊക്കെ അത് നമുക്കും ഇതിങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ ആള് കൂടുതൽ വരുന്നുണ്ടല്ലോ. അപ്പം പതുക്കെ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തും. കല ഉണ്ടാവട്ടെ, ഇതുണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ച ഒരുപക്ഷെ ഞാൻ എന്താണ് എന്ന ചോദ്യത്തിന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിനപ്പുറം കാലങ്ങളോളം വേണമെങ്കിൽ നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു കാലത്തിൽ അവൻ ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ അവരുടെ നിലപാട് ഇന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിനേക്കാൾ നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ നമ്മുടെ സമയം കഴിഞ്ഞു.
അപ്പം താങ്ക് യു. നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആർട്സ് ക്ലബിൻ്റെ ആയിക്കോട്ടെ. താങ്ക് യു.